ആ ഷാപ്പുകാരൻ ഗോപാലന്റെ അനന്തിരവനാണവൻ. അവൻ എവിടെയുണ്ടെന്ന് ഗോപാലന് അറിയാൻ കഴിയും. എവിടെയായിരുന്നാലും ഞാൻ അദ്രോഹിയെ കണ്ടുപിടിക്കും. എന്റെ കുടുംബം തകർത്തവനെ വകവരുത്തുന്നതിന് വേണ്ടിയായിരിക്കും ഞാൻ എന്നെ ജീവിക്കുന്നത്. പക്ഷേ ഞാൻ അവനെ കണ്ടിട്ടില്ലല്ലോ ചേട്ടാ. നിന്റെ നിറവും തടിയും തന്നെയാണ് അവനും. ആ പിന്നെ അവന്റെ കയ്യിൽ പച്ച കുത്തി അടയാളമുണ്ട്. പ്രിയപ്പെട്ട അമ്മാവൻ വായിച്ചറിവാൻ, ഇതിൽ കാണിച്ചിരിക്കുന്ന വിലാസത്തിൽ എഴുതിയാൽ എനിക്ക് കിട്ടും. ഞാൻ സരളയെ ഒരിടത്ത് രഹസ്യമായി പാർപ്പിച്ചിരിക്കുകയാണ്. ഇനി അയാളുടെ മകനെ കൂടെ കിട്ടിയാലേ എന്റെ പ്രതികാരവാഞ്ച പൂർത്തിയാകുകയുള്ളൂ. ഞാൻ ഇവിടെ രാമൻകുട്ടി എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഈ വിവരം മറ്റാരും അറിയാതിരിക്കാൻ ശ്രദ്ധിക്കുക എന്ന് സ്വന്തം അനന്തരവൻ. ചേട്ടാ, ഇതിന്റെ കാര്യം ഇവരെന്തിരിക്കുന്നു? എടോ, രാമേന്ദ്രൻ എവിടെ? രാമേന്ദ്രൻ? കാഷ്യർ രാമേന്ദ്രൻ. ഇവിടെ കാശിയറും കണക്കപ്പിള്ളയും മുതലാളിയൊക്കെ ആയിട്ട് ഞാൻ മാത്രമേ ഉള്ളൂ. എടോ, താൻ തന്നെ വേഷം കെട്ട് എന്റെ അടുത്ത് എടുക്കരുത്. എന്റെ കുടുംബം തകർത്ത ദ്രോഹി തന്നെ അനന്തരവനല്ലേ? അനന്തരവനോ? എനിക്ക് പെങ്ങന്മാരല്ലേ, പിന്നെ പറഞ്ഞ അനന്തരവനോ? അയ്യോ എടാ, ഇവിടെ കണ്ണൂരിക്കാൻ പല രാമേന്ദ്രന്മാരും. കുട്ടപ്പാ, കുട്ടപ്പാ. എനിക്കറിയില്ല അല്ലേ? അവൻ സാധാരണ 24 മണിക്കൂറും കള്ളുപിടിച്ച് നടക്കുന്നവനാ. വേറെ ഏതെങ്കിലും ഷാപ്പിൽ ചെന്ന് അന്വേഷിച്ചാൽ ചിലപ്പോ കണ്ടുവെന്ന് വരും. ഞാൻ അവനെ കണ്ടുപിടിച്ചോളാം. താൻ അവന്റെ 16 തയ്യാറായിരിക്കും. ആ, മാനേജറുടെ മകൻ ബാലകൃഷ്ണൻ വന്നു. മാനേജറുടെ മകൻ ബാലകൃഷ്ണൻ വന്നു. എന്റെ ഷാപ്പെല്ലാം തല്ലി തകർത്തു. നീ എവിടെയാണെങ്കിലും നിന്നെ കണ്ടുപിടിക്കുമെന്നും നിന്റെ 16 നടത്താൻ ഞാൻ തയ്യാറായിരുന്നു എന്നും പറഞ്ഞിട്ടാണ് അവൻ പോയിരിക്കുന്നത്. നീയും അവനും ഒരേ സ്ഥലത്തായതുകൊണ്ട് വളരെ സൂക്ഷിക്കണം. ഈ കത്തിനുടനെ മറുപടി അയക്കണം. അല്ലാത്ത പക്ഷം അവൻ പറഞ്ഞതുപോലെ സംഭവിച്ചു എന്നെനിക്ക് കണക്കാക്കേണ്ടി വരും. അവൻ എന്നെ കണ്ടുപിടിക്കുന്നതിന് മുൻപേ അവന്റെ 16 ഞാൻ നടത്തി. അവനെ നിനക്കറിയാം? ഞങ്ങൾ തമ്മിൽ കണ്ടിട്ടില്ല. അവൻ നാടുവിട്ടതിന് ശേഷമാണ് എനിക്ക് ആ കമ്പനിയിൽ ജോലി കിട്ടിയത്. അവനും ഈ സ്ഥലത്തുണ്ടെന്നാണല്ലോ എഴുതിയിരിക്കുന്നത്. എങ്കിൽ വളരെ നല്ലത്. എന്നെങ്കിലും പെങ്ങളെ നേരിട്ട് കാണാൻ ഇടവന്നാൽ അവൻ ആത്മഹത്യ ചെയ്യേണ്ടി വരും. എന്റെ പെങ്ങളെ ലേലം വിളിക്കാൻ പറഞ്ഞവനാണ് അവന്റെ അച്ഛൻ. ഇന്ന് ദിവസവും ലേലം വിളിക്കുന്നത് അവന്റെ പെങ്ങളെയാണ്. ഏതായാലും നീ വളരെ കരുതലോടെ ജീവിക്കണം. എന്തിന്? എന്റെ പേരിവിടെ രാമൻകുട്ടി എന്നായതുകൊണ്ട് അവനെന്നെ കണ്ടുപിടിക്കാനാവില്ല ചേട്ടാ. അഥവാ കണ്ടുപിടിച്ചാലും അവന്റെ കഥ കഴിക്കുന്നത് ഞാനായിരിക്കും.
എന്താ ചേട്ടാ നാട്ടിൽ പോയിട്ട് ഇത്ര പെട്ടെന്ന് മടങ്ങി വന്നത്? വരേണ്ടി വന്നു. പിന്നെ നമ്മുടെ വിവാഹത്തിന് അച്ഛന്റെ അനുവാദം വാങ്ങിച്ചോ? എന്താ ഒന്നും ഉണ്ടാത്തത്? വിവാഹത്തെ പറ്റി ആലോചിക്കാവുന്ന ഒരവസ്ഥയിലല്ല ഞാൻ. അതെന്താ? എന്റെ അച്ഛൻ മരിച്ചുപോയി. എപ്പോ? അനുഗ്രഹം വാങ്ങാൻ പോയ ഞാൻ എന്റെ അച്ഛന്റെ ശവമാണ് കണ്ടത്. എന്റെ സഹോദരി ഇപ്പോഴെവിടെയാണെന്ന് പോലും എനിക്കറിയാൻ വയ്യ. ഇപ്പോഴൊന്നും എന്നോട് ചോദിക്കരുത്. ചേട്ടന് എന്ത് പറ്റിയാലും അറിയേണ്ടവളല്ലേ ഞാൻ. പറഞ്ഞിട്ട് എന്ത് പറ്റി? ഒന്നും പറയാനുള്ള ശക്തി എനിക്കില്ല. ഒരു കെട്ട് ബീഡി തരൂ. എന്താടോ? ഒന്നുമില്ല. തലയ്ക്ക് ലക്ഷ്മണല്ലേടോ? എന്തിനാ അയാളുടെ കൈ പിടിച്ചത്? എനിക്കൊരാളെ കണ്ടുപിടിക്കണം. ആരെയാ? രാമേന്ദ്രൻ എന്നാണ് അവന്റെ പേര്. അങ്ങനെ പേരുള്ള ആരെങ്കിലും ഈ ഭാഗത്തുണ്ടോ? എത്രയോ രാമേന്ദ്രന്മാരും ഇവിടെ ഉണ്ട്. ആ, ഞാൻ അവനെ കണ്ടുപിടിച്ചോളൂ. ഒരു തീപിടുണ്ട്. വണ്ടി എടുത്ത് മാറ്റി മന്ത്രി വരിക. ശരി സാറേ. എടാ ദാസപ്പ, ഉർവശി, മേനക, രംഭ, തിലോത്തമന്മാരിൽ ആർക്കാ കൂടുതൽ സൗന്ദര്യം? അത് ദേവേന്ദ്രനോട് തന്നെ ചോദിച്ചാലേ അറിയാൻ പറ്റൂ. ഇവരിൽ സൗന്ദര്യം ആർക്കാ കൂടുതൽ എന്നാ ചോദിച്ചത്? എല്ലാവരും ബ്യൂട്ടിഫുൾ ആണ്. കുടിരാജകടി, മൃഗരാജമുഖി. പോടാ. ആ അമ്മിണിയമ്മ, ആ എന്തുണ്ട് വിശേഷങ്ങൾ? എനിക്ക് വേണ്ടിയാണോ പുതുമുഖത്തെ കൊണ്ടുവന്നിരിക്കുന്നത്? ഓ, ഞാൻ പെട്ടെന്ന് വരാം. ഇന്നത്തെ പ്രോഗ്രാം വളരെ കേമമായിരിക്കണം കേട്ടോ. എല്ലാരും ഒരുങ്ങിയോ? ഒരുങ്ങി. ഓ വന്നാട്ടോ. നമസ്കാരം. നമസ്കാരം. എന്തൊക്കെയാണ് അമ്മിയമ്മയെ വിശേഷങ്ങൾ? പ്രധാനപ്പെട്ട വിശേഷം ഞാൻ ഫോണിൽ അറിയിച്ചല്ലോ. ഉടനെ തന്നെ തിരിച്ചല്ലേ? പിന്നെ തിരിക്കാതിരിക്കുമോ? പുതുമയോട് എനിക്കുള്ള ഭ്രാന്ത് അമ്മിണിയമ്മയ്ക്ക് അറിയാമല്ലോ. എന്നെപ്പോലെ അങ്ങേ അറിയാവുന്ന ഒരു വേറെ ആരുണ്ട്? ഏതാണ് പുതുമുഖം? വിളിക്കാം, ഇണങ്ങി വരുന്നതേ ഉള്ളൂ. മൂർഖം പാമ്പിനെ മുയലാക്കി മാറ്റാനുള്ള സാമർഥ്യം അമ്മിയമ്മയ്ക്കുള്ളപ്പോ ആരാണ് ഇവിടെ വന്നാൽ ഇണങ്ങാത്തത്? മുറിയിലേക്ക് പോയാട്ടെ, പരിചയപ്പെടാം. അല്ലേ? എന്താ ചേച്ചി, നീ എങ്ങനെ എപ്പോഴും ഒറ്റയ്ക്കിരുന്ന് ചിന്തിക്കരുതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ? ചേച്ചിക്ക് ഇതൊന്നും ഇഷ്ടമല്ല. അയ്യോ ക്ഷമിക്കണം. പിന്നെ നിന്നെ കാണാൻ ഒരു വലിയ മനുഷ്യൻ വന്നിരിക്കുന്നു. ആരാ? തമ്പി അദ്ദേഹം. ഈ സ്ഥാപനം നിലനിൽക്കുന്നത് തന്നെ അദ്ദേഹത്തിന്റെ സഹായം കൊണ്ടാ. ഒരു വലിയ കലാസ്നേഹിയാ. ഞാൻ എന്തിന് അദ്ദേഹത്തെ പരിചയപ്പെടണം? വടയി, അദ്ദേഹവുമായി ഒന്ന് പരിചയപ്പെടാൻ ഭാഗ്യം ചെയ്യണം. അത്ര വലിയ മനുഷ്യനല്ലേ. വാ. എന്നെ കുറിച്ച് അമ്മിണിയമ്മ എല്ലാം പറഞ്ഞില്ലേ? ഭയപ്പെടാ. എന്നെ തൊട്ടുപോരുത്. എന്നെ എതിർത്ത് ജയിക്കാമെന്നാണോ നീ കരുതുന്നത്? സ്നേഹം കൊണ്ട് മാത്രം എന്നെ തോൽപ്പിക്കാൻ. താനാണോ വലിയ മനുഷ്യൻ? ഞാൻ വലിയ മനുഷ്യനായതുകൊണ്ടാണ് നാട്ടുകാരിവിടെ കല്ലെറിയാത്തത്. എന്റെ സ്വഭാവം മാറിയാൽ, എന്നെ തൊട്ടുപോയാൽ എന്നെ എതിർത്താൽ നിനക്ക് ഈ നാട്ടിൽ ജീവിക്കാൻ സാധ്യമല്ല. എന്നെ അനുസരിക്കുന്നതാണ് നല്ലത്. എന്റെ അടുത്ത് വന്നാൽ അമ്മേ,
നിങ്ങൾ എന്നെ ക്ഷണിച്ചു വരുത്തിയത് അപമാനിക്കാനായിരുന്നു അല്ലേ? ക്ഷമിക്കണം സാർ. ക്ഷമിക്കണം. ഈ പീറപ്പണിന്റെ മുമ്പിൽ ഞാൻ കൊച്ചായില്ലേ? ഇതിന് പകരം ചോദിച്ചില്ലെങ്കിൽ ഞാൻ തമ്പിയല്ല. എടി അരപ്പേ, എടി നിന്നെ ഇവിടെ കൊണ്ടുവന്നത് പൂജിക്കാനൊന്നുമല്ല. അദ്ദേഹം ആരാണെന്ന് വിചാരിച്ചിടി? ആ മനുഷ്യന്റെ സഹായം കൊണ്ടാ നീയൊക്കെ ഇവിടെ കഴിയുന്നത്, അറിയാമോ? എനിക്കിവിടെ കഴിയണ്ടെന്നോ അഹങ്കാരി. എന്നെ അടിച്ചു കൊല്ലോ. എടി നിന്നേക്കാൾ വലിയവളുമാരൊക്കെ എന്നെ അനുസരിച്ചിട്ടുണ്ട്, അറിയാമോ? നിങ്ങളൊരു സ്ത്രീയാണോ? എന്തു പറയടി? എന്നെ തുടരുത്. എവിടേക്കാണ് ഇത് ഓടുന്നത്? ഇതിനകത്ത് നിന്ന് ശവം പോലും പുറത്തേക്ക് കാണിക്കില്ല. മര്യാദയ്ക്ക് ഞാൻ പറയുന്നത് അനുസരിച്ച്. ഇല്ലെങ്കിൽ ദാഹിച്ച വെള്ളം പോലും കിട്ടാതെ ഇതിനകത്ത് കിടന്ന് നീ മരിക്കും. ശങ്കര, കഥ കിടക്കട.